ദേവന്റെ വികാരങ്ങളുടെ മൂർത്തികളാണ് ബലിക്കല്ലുകൾ. ഇവ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നവയാണ്. ദേവന് ചുറ്റും ഈ വികാരവലയങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവ മുറിഞ്ഞാൽ വികാരങ്ങളുടെ മൂർത്തികളായ ഗന്ധർവന്മാർ ബാധിക്കുമെന്ന് പറയും. എന്നാൽ നടവഴിയിലൂടെ ദേവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നടവഴികളിലൂടെ കടന്നു പോകാം. പരസ്പരം ബന്ധിച്ചു നിന്ന് ദേവനിലേക്ക് അന്തർമുഖരായി വികാരങ്ങൾ അടക്കി ധ്യാനാവസ്ഥയിൽ കഴിയുന്ന മൂർത്തികളെ ഇടമുറിഞ്ഞും ചവിട്ടിയും ധ്യാനം തടസ്സപ്പെടുത്തുമ്പോൾ അവ കോപിക്കുമെന്നാണ് തത്വം. അതുകൊണ്ട് തന്നെ ബലിക്കല്ലിൽ ചവിട്ടാനോ തൊടാനോ പാടില്ല. നമ്മൾ അറിയാതെ ചവിട്ടിയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ട് തലയിൽ വെക്കുന്ന ഒരു പതിവ് നമുക്ക് പൊതുവേ ഉണ്ട്. അത് തെറ്റാണ്. കാരണം ബലിക്കല്ലിൽ ചവിട്ടുന്നത് തെറ്റ്, തൊട്ടു തലയിൽ വെക്കുന്നത് രണ്ടാമത്തെ തെറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യാതിരിക്കുക. പകരം ചെയ്യേണ്ടത് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. അറിയാതെ ചെയ്ത അപരാധം നീങ്ങിക്കിട്ടുന്നതാണ്.